ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സബ്ജക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ടഫ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആരും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു എക്സ്പേർട്ട് ആകാൻ വേണ്ടിയല്ല ഈ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർക്കും അറിയാം. അതുകൊണ്ട് ഫിസിക്സിലും കെമിസ്ട്രിയിലും നിങ്ങൾക്ക് ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം മനസ്സിലായി ആ ഒരു ബേസിക് ലെവൽ ഓഫ് നോളജ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു നോളജ് ലെവൽ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 2023ലെയും 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. ഫുൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട, ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചു നോക്കുക. ഇങ്ങനെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു 150-160 മാർക്കിലോട്ടൊക്കെ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ ബേസിക് നോളജ് ലെവൽ നിങ്ങൾക്കുണ്ട്. ആ നോളജ് ഇനി എക്സാമിന് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ് മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അത് ഇനിയുള്ള സമയം കൊണ്ട് പോസിബിൾ ആണ്. ഈ നോളജ് ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ നിങ്ങൾക്ക് 5 കാര്യങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. ഒരു ടോപ്പിക് വൈസ് NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ബാങ്ക്, കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, NCERT ടെക്സ്റ്റ്, ഒരു നല്ല മോക്ക് എക്സാം സീരീസ്, ആൻഡ് ഫൈനലി ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ റിസൾട്ടിലോട്ട് എത്താനുള്ള ക്ഷമയും. ലേറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർക്ക് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ഒരു ലിസ്റ്റും കൂടെ ആവശ്യമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് തിയറിയിൽ വരുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഒരു നല്ല യൂട്യൂബ് ചാനലും കണ്ടുപിടിച്ച് വെക്കണം. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഓൾറെഡി പഴയ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇന്നത്തെ വീഡിയോയിലും ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകും. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കെമിസ്ട്രിയുടെ ലിസ്റ്റ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയും. ഫിസിക്സിൻ്റെ ലിസ്റ്റ് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത ഫിസിക്സിൻ്റെ വീഡിയോയിലുണ്ട്. നിങ്ങൾക്കത് പോരെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ചാനൽസിൽ ആ ലിസ്റ്റ് കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ ചാനലിലെയും ലിസ്റ്റ് സെയിം ആണ്. അൺഅക്കാഡമി നീറ്റ് ചാനലിൽ ഇതുപോലത്തെ ലിസ്റ്റുകൾ ഇടാറുണ്ട്. അത് അത്യാവശ്യം കറക്റ്റ് ആണ്, നിങ്ങൾക്ക് അത് നോക്കാം. നിങ്ങൾക്ക് ഹിന്ദി അത്യാവശ്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ 3ാം ക്ലാസ്സിൽ ഹിന്ദി ഫെയിൽ ആയതുകൊണ്ട് എനിക്കതൊന്നും അത്ര ശരിക്കും മനസ്സിലാകുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ഹിന്ദി ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് യൂട്യൂബിൽ. പക്ഷെ അവിടെയും ശ്രദ്ധിക്കണം, നിങ്ങൾ ക്ലാസ് വീഡിയോസും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ലിസ്റ്റും മാത്രം തപ്പിയേ പോകാവുള്ളൂ. സ്ട്രാറ്റജി നോക്കാൻ പോയി തുടങ്ങിയ ഇഷ്ടം പോലെ ഓപ്ഷൻസ് കാണും. അതൊരു തുണിക്കടയിൽ നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ പോകുന്ന അവസ്ഥയാവും. ആ കടയിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറേ സമയം എടുക്കും. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ടുകൾ വെച്ചുള്ള ഓരോ പ്രോഡക്ട്സും വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ചില വീഡിയോസിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. തമ്പനയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും, പക്ഷെ അത് കാണുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നും കിട്ടത്തില്ല. സോ സ്ട്രാറ്റജീസിന്റെ പുറകെ ഒരുപാട് പോകാൻ നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ചാനലിന്റെ കാര്യം പറയാം, അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള. അതുപോലെ നിങ്ങൾക്കും യൂസ് ചെയ്തിട്ട് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയ നോൺ മലയാളം യൂട്യൂബ് ചാനൽസ് ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് കമന്റിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മതി ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇതിനപ്പുറത്തോട്ട് വേറെ ഒന്നും തപ്പി നിങ്ങൾ പോയി സമയം കളയരുത്. ഓക്കെ, ഇനി നമുക്ക് ഫിസിക്സ് സ്ട്രാറ്റജിയിലോട്ട് കയറാം. ഫിസിക്സിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഒരു യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്താം, അവിനാഷ് ശർമ്മ. നിങ്ങൾ കുറച്ച് പേര് ആ ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല ജെനുവിൻ ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസും ക്ലാസ്സുകളൊക്കെ ആ ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഒരു വലിയ കോച്ചിങ് സെന്ററിലെ ഒരു പ്രമുഖ മാഡം ഷെയർ ചെയ്ത നീറ്റ് സ്ട്രാറ്റജി അവിനാഷിന്റെ ചാനലിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. അപ്പൊ ആ വീഡിയോ കണ്ടപ്പം ഇത് അതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ ഒരു കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ തന്നെ അവരെന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ ആ മാഡത്തെ കുറ്റം പറഞ്ഞതല്ല, അവിനാഷിന്റെ വീഡിയോസ് ഒക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആണ്, അതുകൊണ്ടാണ് ആ മാഡം അതെടുത്ത് ഷെയർ ചെയ്തത്. അവിനാഷിന്റെ പേര് പറഞ്ഞില്ല എന്ന് മാത്രം. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് അവിനാഷിന്റെ ചാനൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് 2023 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറഞ്ഞൊരു വീഡിയോ കിടപ്പുണ്ട്. ആ വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ അതിന്റെ ടോപ്പിൽ തന്നെ ആ ഫുൾ വീഡിയോ ഷോർട്ടായിട്ട് സമ്മറൈസ് ചെയ്തുള്ള ഒരു കമന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും, കഴിഞ്ഞ വർഷത്തെ ഒരു 90% ഓഫ് ക്വസ്റ്റ്യൻസും ഒന്നെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ NCERTയിൽ നിന്ന് ഡയറക്റ്റ് ആയിരുന്നു. ഈ വർഷവും അതുപോലെ തന്നെ വരുമെന്നല്ല പറയുന്നത്, ബട്ട് അതിനോട് വളരെ സിമിലർ ആയിട്ടായിരിക്കും ഈ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ. സോ ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ വീഡിയോയും ആ കമന്റും പോയി കണ്ടിട്ട് നിങ്ങളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് പാറ്റേൺ ആണെന്നുള്ള കാര്യം ക്ലിയർ ആക്കി മനസ്സിലാക്കുക. ആ വീഡിയോ ഹിന്ദിയിലാണ്, പക്ഷേ സൈഡിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ഇനി നിങ്ങളുടെ പ്രിപ്പറേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ 2 വിഭാഗം സ്റ്റുഡൻസ് ഉണ്ട്. അത്യാവശ്യം പോർഷൻസ് ക്ലിയർ ആയവരും ഇപ്പോൾ ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്യുന്നവരും. അത്യാവശ്യം പഠിച്ച് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള റിവിഷന് ആവശ്യമുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ മോഡൽ എക്സാംസും മാത്രമാണ്. നിങ്ങൾ ഒരു മോഡൽ എക്സാമും മിസ്സാക്കരുത്. അതുപോലെ തന്നെ മോഡൽ എക്സാം കഴിഞ്ഞുള്ള മിസ്റ്റേക്ക് അനാലിസിസിലും ഒരു വീഴ്ചയും വരുത്തരുത്. റിവൈസ് ചെയ്യാൻ വേണ്ടി ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. ഇനി അത്യാവശ്യം പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്ത് തീർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ JEE മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറും യൂസ് ചെയ്യാം. ഇനി തിയറി ക്ലിയർ ആയിട്ടില്ലാത്തവരാണെങ്കിൽ അതിന്റെ ക്ലാസ് കണ്ടിട്ട് മാത്രമേ നമുക്ക് ഫിസിക്സ് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ക്രാഷ് പ്രോഗ്രാമും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന ലൈവ് വീഡിയോസിലൊക്കെ അവർ പഠിപ്പിച്ചു പോകുന്ന സ്പീഡ് വളരെ കൂടുതലായിരിക്കും. ക്രാഷ് പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ആ ടീച്ചേഴ്സിനും നിങ്ങളെപ്പോലെ ഒരു പ്രഷറുണ്ട്, ചെറിയ സമയം കൊണ്ട് മാക്സിമം പഠിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തൊന്നും ആയിരിക്കില്ല പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോസ് തന്നെ പിന്നെയും കണ്ട് പഠിക്കാൻ നോക്കാതെ ഈ വർഷം തുടക്കത്തിലിട്ട ഡീറ്റെയിൽഡ് ക്ലാസ് വീഡിയോസ് കാണുമല്ലോ, അത് യൂട്യൂബിലാണേലും അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിങ് സെന്ററിന്റെ ആപ്പിലാണെങ്കിലും ആ വീഡിയോസ് എടുത്ത് അതിന്റെ കുറച്ച് സ്പീഡൊക്കെ കൂട്ടി വെച്ച് നിങ്ങൾ ഇരുന്ന് കാണണം. എങ്കിൽ മാത്രമേ ഫിസിക്സ് മനസ്സിലാവത്തുള്ളൂ. ഇങ്ങനെ ക്ലാസ് കാണുന്ന സമയത്ത് ബാക്കി എല്ലാവരും റിവൈസ് ചെയ്യാണല്ലോ എന്ന് വിചാരിച്ചൊന്നും ടെൻഷൻ അടിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈം ടേബിൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഫിസിക്സിന് ഒരു സൂപ്പർ സെഷൻ സെറ്റ് ചെയ്യണം. എല്ലാ സബ്ജക്റ്റിനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, ബട്ട് ഫിസിക്സ് ആണ് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നമെങ്കിൽ ഫിസിക്സിന് മാത്രമെങ്കിലും ഇത് ചെയ്യണം. ഈ സൂപ്പർ സെഷൻ എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. ഒരു ദിവസത്തെ സൂപ്പർ സെഷനിൽ നിങ്ങളൊരു 30 മിനിറ്റ്സ് നേരത്തേക്ക്
നിങ്ങളുടെ ഫിസിക്സിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസും അതേപോലെ NCERT ഗ്രാഫുകളും പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യണം. ഈ 30 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ അത് ചെയ്തു പോകണം. നെക്സ്റ്റ് ഡേ ഇതുപോലെ ഒരു 30 മിനിറ്റ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഹൈ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്താലേ നിങ്ങളുടെ തിങ്കിങ് എബിലിറ്റി ഒന്ന് എക്സ്പാൻഡ് ചെയ്യത്തുള്ളൂ. നമ്മൾ മസിലിനൊക്കെ റെസിസ്റ്റൻസ് ട്രെയിനിങ് കൊടുത്ത് അത് സ്ട്രോങ്ങർ ആക്കുന്ന ആ സെയിം രീതിയിൽ തന്നെയാണ് നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്തത്. അപ്പം ഒരു ദിവസം നിങ്ങൾ അതിനായിട്ട് വെക്കുക. എന്നിട്ട് മൂന്നാമത്തെ ദിവസത്തെ സൂപ്പർ സെഷനിൽ നിങ്ങൾ നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് 30 മിനിറ്റ്സിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിലൊരു പേഴ്സണൽ റെക്കോർഡ് ഇടാൻ എല്ലാ പ്രാവശ്യവും നിങ്ങൾ ശ്രമിക്കണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഓരോ 3 ദിവസമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു 6 തവണയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യും. അതിൻ്റെ ഒരു മെച്ചം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സൂപ്പർ സെഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചു. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഫിസിക്സിൽ ഒരു ചാപ്റ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെയും എടുത്ത് റിവൈസ് ചെയ്യാതിരിക്കുക. ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ഓരോ എക്സാമിന് മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് റിവിഷൻ നടത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അത് ബയോളജിയിൽ നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. ബട്ട് ഫിസിക്സിൽ നിങ്ങൾ അവസാനമായിട്ട് എഴുതിയ മോഡൽ എക്സാംസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒട്ടും തെറ്റ് വരാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് കാണും. നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് ഒക്കെ നല്ലോണം ക്ലിയർ ആയിട്ട് അത്യാവശ്യം എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതിനെയൊക്കെ നിങ്ങളുടെ പ്ലാനിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് യു ഹാവ് ടു ട്രസ്റ്റ് ദ വർക്ക് യു ഹാവ് ഡൺ. ഇങ്ങനെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ലാസ്റ്റ് 2 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ മാറ്റി വെക്കുന്ന ചാപ്റ്റേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനല്ല, അവിടുന്ന് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഇടയ്ക്കെടുത്ത് റിവൈസ് ചെയ്യണം. ഇനി ഫിസിക്സിൽ തീരെ മാർക്ക് കുറഞ്ഞിരിക്കുന്നവർ നിങ്ങൾ കുറച്ചൊന്ന് ഡിഫറൻ്റ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യണം. നിങ്ങൾ ഇനിയുള്ള ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ ഫിസിക്സിൽ അത്യാവശ്യം ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ഈസി ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് സെക്യൂർ ചെയ്യാൻ നോക്കണം. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് അത്യാവശ്യം എല്ലാവർക്കും എളുപ്പമുള്ള ചാപ്റ്ററാണ്. അതിൽ നിന്ന് എന്തായാലും 2 ക്വസ്റ്റ്യനെങ്കിലും വരും. ആ ലെവലിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. എനിക്കാണെങ്കിൽ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനും മോഷൻ ഇൻ പ്ലെയിനും ഒക്കെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു. അതുപോലെ നിങ്ങൾക്കും എളുപ്പമുള്ള ചാപ്റ്റേഴ്സിൽ ഈ ഒരാഴ്ച നല്ലോണം ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനും തെറ്റിപ്പോകാതെ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് വിൽ ബിൽഡ് കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് വെച്ച് നിങ്ങളുടെ പിന്നെയുള്ള പ്രിപ്പറേഷനെ ബെറ്റർ ആക്കാൻ പറ്റും. ലേറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരും ഇപ്പോൾ ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്യുന്നവർ നിങ്ങൾക്ക് ഫിസിക്സിൽ മാർക്ക് കുറഞ്ഞിരിക്കുമ്പം നിങ്ങൾ ഫുൾ ടൈം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്സ് മാത്രം വായിക്കാൻ നോക്കിക്കൊണ്ടിരുന്ന നിങ്ങളുടെ മാർക്കിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതിങ്ങനെ സ്ഥിരമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പഠിക്കാനുള്ള മൂഡും പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ സ്ട്രാറ്റജി ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുക. ഈ ഡിഫിക്കൽട്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് വിടണം എന്നല്ല, ബട്ട് ഈ ഒരാഴ്ച നിങ്ങൾക്ക് എളുപ്പമുള്ള ചാപ്റ്റേഴ്സിന് കുറച്ചും കൂടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇനി ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുണ്ടാക്കിയ ലിസ്റ്റാണ്. അപ്പം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെക്കുക. ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ലിസ്റ്റ് ആവശ്യമുള്ളവർ എൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അടുത്ത് നമുക്ക് കെമിസ്ട്രിയുടെ കാര്യം നോക്കാം. കെമിസ്ട്രിയിലും നമ്മൾ ഫിസിക്സിൽ ചെയ്ത പോലെ തന്നെ അവിനാഷിൻ്റെ ചാനൽ എടുത്തിട്ട് 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ കെമിസ്ട്രി അനാലിസിസ് ഒന്ന് കാണുക. അങ്ങനെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒരു ഐഡിയ ഉണ്ടാക്കുക. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫിസിക്സിൽ പറഞ്ഞതും മുമ്പത്തെ വീഡിയോയിൽ ബയോളജിയിൽ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് കമ്പൈൻ ചെയ്യാന്നുള്ളത്. ഇനോർഗാനിക് കെമിസ്ട്രി ഞാൻ ബയോളജിയിൽ പറഞ്ഞ ആ സെയിം അപ്രോച്ച് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 90% അബവും NCERT ബേസ്ഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ബയോളജിയിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വായിക്കുക. അത് കഴിഞ്ഞിട്ട് 3 സ്റ്റെപ്പായിട്ട് NCERT വായിക്കുക. ആൻഡ് ഫൈനലി MCQs ചെയ്യുക. ദാറ്റ് സ്ട്രാറ്റജി വിൽ വർക്ക്. ഫിസിക്കൽ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫിസിക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. കുറച്ചും കൂടെ നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കേണ്ട ആവശ്യമുണ്ട്. ബട്ട് അതിലേയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഒക്കെ ക്ലാസ് കണ്ട് തന്നെ ക്ലിയർ ആക്കണം. ബാക്കി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ MCQs ഒക്കെ ചെയ്യുക. അതുപോലെ സൂപ്പർ സെഷൻസ് ഒക്കെ കെമിസ്ട്രിയിലും ചെയ്യുക. ഓർഗാനിക് കെമിസ്ട്രിയും കുറേ പേർക്ക് പ്രശ്നമുള്ള ഭാഗമാണ്. അതും ഫിസിക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ബേസിക് കൺസെപ്റ്റ്സ് മനസ്സിലായില്ലെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഓർഗാനിക്കിലെയും ബേസിക് കൺസെപ്റ്റ്സും ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്ററൊക്കെ ഒന്ന് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി റെഡിയാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഹിന്ദി ഒക്കെ ആണെങ്കിൽ അവിനാഷിൻ്റെ ചാനലിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു സീരീസ് ആണ്. അത് യൂസ്ഫുൾ ആയിരിക്കും. ബട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഹിന്ദിയാണ്. എനിക്കത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ എന്നെപ്പോലുള്ളവർ നമ്മുടെ മലയാളത്തിൽ തന്നെ സൈലം, ഡോപ്പ, ബ്രില്യൻറ്റ് ഈ ചാനലുകളൊക്കെ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. മുമ്പ് പറഞ്ഞ പോലെ ഇപ്പം നടക്കുന്ന ലൈവ് സെഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകില്ല. അതുകൊണ്ട് മുമ്പ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് സ്പീഡിൽ കാണാൻ നോക്കുക. കെമിസ്ട്രിയിലെയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാനിപ്പോൾ കാണിക്കാം. അത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഫിസിക്സിൻ്റെ സൂപ്പർ സെഷനിൽ നമ്മൾ ഇക്വേഷൻസ് ഓടിച്ച് വിട്ട് നോക്കിയതിന് പകരമായിട്ട് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ നോക്കണം. അത് ചിലപ്പോൾ 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 45 മിനിറ്റ്സോ 1 hour ആക്കാം. സോ കെമിസ്ട്രിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഡിഫിക്കൽട്ട് എങ്കിൽ കെമിസ്ട്രിയിൽ ഈ പറഞ്ഞ പോലെ സൂപ്പർ സെഷൻസും ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫിസിക്സ് കെമിസ്ട്രി സ്ട്രാറ്റജി. നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചു പോയാൽ ഓൾമോസ്റ്റ് ഒക്കെ റെഡിയാവും. എന്നാലും ബാക്കി കാണും തീരെ നമ്മുടെ തലയിലോട്ട് കയറാത്ത കുറച്ച് പോർഷൻസ്. അത് ശരിയാക്കി എടുക്കാൻ കുറച്ച് എളുപ്പപ്പണികളൊക്കെ ഉണ്ട്.
ബട്ട് അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോഴേ അത് പറഞ്ഞാൽ നിങ്ങൾ ഉഴപ്പും. അത് ഞാൻ ലാസ്റ്റ് 10 days ഒക്കെ ആകുമ്പോഴേക്കും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് പ്ലാൻ ഇന്നലെ തൊട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലായിട്ട് ഒരു ജോയിൻ ബട്ടൺ കാണാൻ പറ്റുന്നുണ്ടാവും. അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഒരു വീഡിയോ ആയിട്ട് ഇന്ന് രാത്രി എപ്പോഴെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യും. നാളെ രാവിലെ തൊട്ട് ആ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ താല്പര്യമുള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ് ഈസ് ജസ്റ്റ് 199 rupees. അടുത്ത വീഡിയോയിൽ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ്, അതായത് ഈ സാധനം, ഇതിൻ്റെ ഡിസ്ട്രാക്ഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം. സോ ഇന്ന് പറഞ്ഞ സ്ട്രാറ്റജികളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ റിസൾട്ട് നാളെ തൊട്ട് തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. കുറച്ച് ക്ഷമയോടെ നിങ്ങളുടെ ഈ പ്ലാൻ ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.